ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പക്ഷികളെ എങ്ങനെയാണ് ഇണക്കി വളർത്തുക എന്നതാണ്. ഏത് തരം പക്ഷിയാണ് ഇണങ്ങുക, ഏത് പക്ഷിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഏത് പക്ഷികളാണ് ഇണങ്ങുക എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊനൂർ വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണ്. തിരഞ്ഞെടുക്കാനുള്ള മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പക്ഷിയാണ് കൊനൂർ. കൊനൂർ എന്ന് പറയുന്നത് 30-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. കൊനൂർത്തിൻ്റെ ഇണങ്ങിയ പക്ഷികളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പെയറിന് 10,000 മുതൽ ലക്ഷം വരെയുള്ള റേറ്റ് വരുന്നുണ്ട്. സമയം വരെ നമ്മൾ അതിന് ആൻഫീഡ് ചെയ്താലാണ് ഇത് ഇണങ്ങുക, ഏത് രീതിയിൽ ആൻഫീഡ് ചെയ്താലാണ് ഇണങ്ങുക എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. ഈ പക്ഷി വളർത്തൽ ബിസിനസ്സായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഐറ്റാണ് കൊനൂർ. അതുപോലെ ഇതിൻ്റെ സെമി അഡൾട്ട് പെയർ ആണെങ്കിൽ 8,000-7,000 കിട്ടും. അതേപോലെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് പെയർ 5,000, 4,000, 5,000 കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഒരു കുഞ്ഞിനെ വാങ്ങി ഇണക്കി വളർത്തുന്നതാണ്. ഇണക്കി വളർത്തിയ പക്ഷികൾക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും റേറ്റ് കൂടും, നമ്മൾ പറയുന്ന റേറ്റാണ്. നിങ്ങൾ പുതിയ ഒരു ബ്രീഡർ ആണെങ്കിൽ, പുതുതായി ഈ മേഖലയിലേക്ക് കടന്നു വന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ തീരും. ആദ്യം തന്നെ നമ്മളൊരു കൊനൂറിൻ്റെ കുഞ്ഞിനെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ പാരൻറ്റിൻ്റെ ഫെദർ കളർ നോക്കിയിട്ട് അതിൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കുഞ്ഞും ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും. അപ്പം അതൊന്ന് നോക്കുക. അതുപോലെ നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ 20 ദിവസമെങ്കിലും കഴിഞ്ഞ കുഞ്ഞിനെ വേണം നമ്മൾ എടുക്കാൻ. അതല്ല എങ്കിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കറക്റ്റ് ചൂട് അതിന് കിട്ടിയിട്ടില്ല എങ്കിൽ നഷ്ടപ്പെടും. അല്ലെങ്കിൽ പിന്നെ ബ്രൂഡർ ബോക്സ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ, അത് 1 ഡേ മുതൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ലാത്തവർ തീർച്ചയായും 20 ദിവസം കഴിഞ്ഞ് 20-30 ദിവസത്തിനുള്ളിലുള്ള കുഞ്ഞിനെടുക്കുക. ഈ ബ്രൂഡർ ബോക്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കഴിയുന്നതും ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക. നിങ്ങൾ അങ്ങനെ 20 ദിവസമുള്ള കുഞ്ഞിനാണ് എടുത്തതെന്നുണ്ടെങ്കിൽ, ഒരു 25 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് എടുത്തതെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് വീട്ടിലൊരു ചെറിയ ഗേജ് സെറ്റപ്പ് ചെയ്യുക. ചെറിയ ഒരു ബോക്സ് ആയാലും മതി, നോർമൽ കുറച്ചൊരു വലുപ്പമുള്ള ബോക്സിൽ വുഡ് വേസ്റ്റ്, അതായത് മരത്തിൻ്റെ പൊടികൾ, ഈ കാണുന്ന സംഭവം ഇത് നമ്മൾ ഗേജിൻ്റെ താഴത്തിട്ട് കൊടുക്കുക. ഇത് നമ്മൾ കുഞ്ഞിനായിട്ട് ഉണ്ടാക്കിയ ഗേജിൻ്റെ താഴത്തിട്ട് കൊടുക്കുക. ചെറിയൊരു ബോക്സ് ആയാലും മതി. ഇനി അതില്ല എങ്കിൽ പേപ്പർ, ന്യൂസ് പേപ്പർ പോലത്തെ പേപ്പറുകൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചെറിയ പീസായി കഷ്ണാക്കിയത് അത് ആ ബോക്സിൻ്റെ താഴ് ഭാഗത്തിട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1.5 അടി ഹൈറ്റിൽ 40 വാട്ട്സിൻ്റെ ഒരു ബൾബും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഏത് തരം ഫുഡാണ് തുടക്കത്തിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതാണ്. ഈ ഹാൻഡ് ഫീഡ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പൊടികളുണ്ട്. അത് ഈ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും, പെറ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ട്രീബേർഡ് ഉണ്ട്, ഡെലിനാച്ചർ ഉണ്ട്, പെറ്റ് ലൈഫ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഡെലിനാച്ചറാണ്. ചെറിയ കോസ്റ്റും വരുന്നുള്ളൂ, അതേപോലെ നല്ല ക്വാളിറ്റിയാണ്. ഇനി ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. ചുടുവെള്ളം എന്ന് പറയുമ്പോൾ ചൂട് കൂടാനും കുറയാനും പാടില്ല. ഒരു 35-40 ഡിഗ്രി ഉള്ളിലുള്ള ചൂടിൽ വേണം നമുക്ക് പക്ഷികൾക്ക് കൊടുക്കാനും. അത് കൂടിയാലും കുറഞ്ഞാലും പക്ഷികൾക്ക് സൈഡ് എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കൊടുക്കേണ്ട രീതി ചെറിയ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ സമയം കൊടുക്കുന്ന സിസ്റ്റാക്കുക. അതായത് 4 തവണ, ഡെയിലി 4 തവണയെങ്കിലും കൊടുക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒന്നിച്ച് കുത്തി നിറച്ച് കൊടുക്കാതെ ചെറിയ ക്വാണ്ടിറ്റിയിൽ 4 തവണ കൊടുക്കുക. അതായത് സമയം എന്നുള്ളത് രാവിലെ കൊടുക്കുക, ഉച്ചയ്ക്ക് കൊടുക്കുക, അതുമാതിരി വൈകിട്ട്, രാത്രി, ഈ 4 സമയങ്ങളിൽ കൊടുക്കുക. ഇനി ഇത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ്, അത് സിറിഞ്ച് ഉപയോഗിച്ച്, നോർമൽ നമ്മുടെ ഫാർമസികളിൽ നിന്ന് കിട്ടുന്ന സിറിഞ്ച് ഉപയോഗിച്ച് കൊടുക്കുക. അതുപോലെ ഇതിനായിട്ട് വരുന്നൊരു സ്പൂണുണ്ട്, ആ സ്പൂണ് ഉപയോഗിച്ച് കൊടുക്കുക. മറ്റൊന്ന് ക്രോപ്പ് ഫീഡ്, അത് തീരെ ചെയ്യാതിരിക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഈ ക്രോപ്പ് ഫീഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളതിൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പക്ഷിക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എയർ ട്യൂബ് വരുന്ന ഭാഗവും ലെഫ്റ്റ് സൈഡാണ് ഈ ബ്രീഡിംഗ് ട്യൂബ് വരുന്നത്. അപ്പോൾ തീർച്ചയായും അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക. ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ബേർഡ് കുഞ്ഞുങ്ങളെ എപ്പോൾ ഫുഡ് കൊടുക്കാൻ എടുക്കുമ്പോഴും ഉഷാറായതിനു ശേഷം മാത്രം അതിന് ഫുഡ് കൊടുക്കുക. അതാണ് അതിനും കുറച്ച് കംഫർട്ടബിൾ ആവുക. അതുപോലെ തന്നെ നമ്മൾ ഏത് സമയത്ത് പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴും ഒരു സിഗ്നൽ കൊടുക്കണം. അതിന് ഒന്നുകിൽ ഒരു വിസലടിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് വിളിക്കുക. അത് നമ്മളുമായി ഒരു അറ്റാച്ച്മെൻറ്റ് വരുത്താനാണ് പക്ഷികൾക്ക്. അതായത് ഒരു പേരാണ് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും അത് അങ്ങോട്ട് പക്ഷി വരും. ഒരു വിസിലാണ് അടിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെ പരിചയപ്പെടുത്തണം. അതിൻ്റെ മൈൻഡിൽ അതൊന്ന് സെറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ 1 മാസം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 മാസമായി. 1 മാസം ആവാനായതിനെ നമ്മൾ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഈ 1 മാസം ഫുഡ് കൊടുക്കുകയും ചെയ്ത് 2 മാസം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് പറക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ പറക്കും.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പക്ഷിയെ മുകളിൽ വെച്ചിട്ട് ഒരു ഹൈറ്റുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഹൈറ്റുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ താഴത്ത് ഫുഡ് വെച്ച് അങ്ങോട്ട് വിളിക്കുക. നമ്മൾ വിസിലാണ് അടിക്കുന്നുണ്ടെങ്കിൽ ആ വിസിലടിച്ച് ഫുഡ് കാണിച്ച് വെച്ചാൽ തീർച്ചയായും അത് താഴോട്ട് ഇറങ്ങി വരും, പറന്നു വരും. അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ മുകളിൽ ഫുഡ് വെച്ചിട്ട് മുകളിൽ ഇരുന്നിട്ട് മുകളിലേക്ക് വിളിക്കുക. അപ്പോൾ അത് ആ വിസിൽ കേട്ട് മുകളിലേക്ക് വരും, ഫുഡിനാണെന്ന് മനസ്സിലാക്കിയിട്ട്. അങ്ങനെ നമ്മളിട്ട് വീണ്ടും അത് ഇണങ്ങുകയാണ്. ഈ രീതിയാണ് നമ്മൾ യൂസ് ചെയ്തത്. പലരും പല മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിച്ച മെത്തേഡാണ് ഈ പറയുന്നത്. ഇത് സക്സസ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു മെത്തേഡ് നമ്മൾ പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഒരു 10-15 ദിവസം കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറക്കുക പശുവിനെ. എന്നിട്ട് പുറത്തുനിന്ന് ഇതേ രീതിയിൽ ഫുഡ് കൊടുത്ത് തുടങ്ങുക. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഇണങ്ങി എന്ന് പറഞ്ഞ് പുറത്ത് തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ ആകുമ്പം എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മൾ പുറത്തുനിന്നും ഫുഡ് കൊടുത്ത് ട്രൈ ചെയ്തെടുക്കുക. ഇതേ രീതി തന്നെ നമ്മൾ കുറച്ച് ഹൈറ്റുള്ള ഭാഗത്ത് വെച്ച് ഫുഡ് താഴത്ത് വെച്ച് ഇതിൻ്റെ പേര് വിളിച്ച് അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ചെയ്ത് പുറത്തുനിന്നും ഫുഡ് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ തയ്ക്കിയെടുക്കുക ഇതിനെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൻഫീഡ് ഫോർമുല നമ്മളെങ്ങനെ കൊടുക്കുന്നത് അത് കുറയ്ക്കുക, അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. അതിന് പകരം ഈവനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, സീഡ് മിക്സ്, അതായത് സീഡ് മിക്സ് അല്ല, ഓർഫോർ സീഡ് കൊടുക്കുക, അതുപോലെ തെന, ഇതൊക്കെ ചെറുതായിട്ട് വെച്ച് കൊടുക്കുക, അത് ശീലിപ്പിക്കുക. ഇങ്ങനെ കൊടുത്ത് പിന്നെ എന്താ പറയുക, ഈ നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കുറയ്ക്കുക. ഒറ്റയടിക്ക് നമ്മൾ ആൻഫീഡ് കുറയ്ക്കൽ ശരിയല്ല. നമ്മൾ അതിൻ്റെ ടൈം കുറയ്ക്കുക. 4 തവണ കൊടുത്ത് 3 തവണ 2 തവണ 1 തവണ ആക്കി ഇങ്ങനെ കുറച്ചിട്ട് അതിന് പകരം ഫുഡ് ഇങ്ങനെ അതിന് സെൽഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡിലേക്ക് അതിനെങ്ങനെ മാറ്റിയെടുക്കുക. ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡും ഒഴിവാക്കിയിട്ട് അതിന് പകരം ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരാഴ്ച കഴിയുക. അതിനുശേഷം രാവിലത്തെ ഫുഡ് അതും ഒഴിവാക്കിയിട്ട് അതിന് വെജിറ്റബിൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, സീഡ് മിക്സ് ഇങ്ങനെയുള്ള ഒരു ഫുഡ് രീതിയിലേക്ക് അതിനെ തീർത്തും മാറ്റിയെടുക്കുക. ഇതോടുകൂടി നമ്മുടെ ആൻ ഫീഡിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സിങ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. 100% പക്ഷി നിങ്ങളുമായി നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്തു വിടാം. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പക്ഷികൾക്ക് ഗേജ് സെറ്റ് ചെയ്യുമ്പോൾ, കൂട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വീതിയും വലുപ്പമുള്ള കൂട് തന്നെ സെറ്റ് ചെയ്യുക. അതേപോലെ കാറ്റ്, വെളിച്ചം, വെയിലൊക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നല്ലൊരു ലൊക്കേഷനിൽ സെറ്റ് ചെയ്യുക. കാരണം അത് വളരെ അനിവാര്യമാണ് ഇങ്ങനെയുള്ള പക്ഷികൾക്ക്. അതിൻ്റെ കളറ്, ചിറകിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഷൈനിങ് വരാനും നല്ല തിളക്കത്തിനൊക്കെ അത് വളരെ ഉപകാരപ്പെടും. നല്ല രീതിയിൽ ചിറകടിച്ച് പറക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ആണെങ്കിൽ ഒരു പക്ഷികൾക്കും സപ്ലിമെൻറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊന്നും സപ്ലിമെൻറ്റ് കൊടുത്തിട്ടേ ഇല്ല ഇതുവരെ. നമ്മൾ ഈ പറയുന്ന ഫുഡല്ലാത്ത വേറൊരു ഫുഡും കൊടുക്കാറില്ല. എൻ്റെ വീഡിയോസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ ഞാൻ അറിയാവുന്ന രീതിയിൽ റീപ്ലൈ തരുന്നതാണ്. പിന്നെ ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് ഇന്ന് വരുമാനം നല്ല രീതിയിൽ കിട്ടുക എന്നത് വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ലവ് ബേർഡ്സിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലിങ്ക് തരാമെന്ന്. ഒരുപാട് ബ്രീഡേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് ആ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്.